സ്കൂളാണ്, പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ്. സുഹൃത്തുക്കളെ, ഇത് സെന്റ് റീറ്റാസ് സ്കൂളിന് മുമ്പിലാണ് ഞാൻ സംസാരിക്കണം. ഇവിടെ ഇദ്ദേഹമാണ് PTA പ്രസിഡന്റ് ജോഷി. ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയമാണ് സംസാരിക്കണം. അനസേ ഇങ്ങനെ അല്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ, അയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ അനുവാദം. ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റാണ്, പേര് അനസ് എന്നാണ്. എന്താണ് അനസ്, വിഷയം എന്താണ് ഉണ്ടായത്? എന്താ സംസാരിക്കുക? ആ കൊച്ചിനെ വിളിക്ക്. അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. ചേച്ചി സംസാരിക്കും, ഇനി ചേച്ചി സംസാരിക്കും. ചേച്ചി ആരാണ്? ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കേണ്ട, ചൂടായി ഇദ്ദേഹം വീഡിയോ പിടിക്കുന്നുണ്ട്. ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഈ ഷോൾ ഇടാൻ, അതായത് ഈ തലയിൽ ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണില്ല. എന്താണ് അവര് പറയുന്ന റീസൺ? ഞാനൊന്ന് ഒരു മിനിറ്റ്, അല്ല കുഴപ്പമില്ല നമ്മൾ സംസാരിച്ചു. ഒരു മിനിറ്റ് അല്ല മോള് പറ. ഷോളിടാൻ സമ്മതിക്കില്ല. പിന്നെ എന്നെ കുറെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് ആവശ്യം? ഞാൻ അഹങ്കാരിയാണ്. ഏത് മാഡമാണ് അത് പറഞ്ഞു? ജൂലി എന്ന് പറഞ്ഞ മിസ്സാണ് ഇത് പറഞ്ഞത്. ഈ ജൂലി മിസ് എന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടോ? മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അതില് ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ നിങ്ങളാണ് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഇവിടുന്ന് എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഒരു ഷോളിട്ട് വന്നപ്പോ അത് പറ്റില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫൊന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല. അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങളെ വീട്ടിലെ എല്ലാ 5 മക്കളും ഭാര്യ അടക്കം സുഖമില്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ്. അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖമില്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത്. ഈ 4 മാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത്. അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും. ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത്. ഇവര് നിർബന്ധപൂർവ്വം ഊരി വെപ്പിക്കലാണ് ഇവരെ പതിവ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു. തലയിൽ കുരിശു വരപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പീഡിപ്പിക്കുകയും പിന്നെ തല്ലി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോവുകയും പത്രവാർത്തയും TV ചാനലിൽ വരെ അന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പൊ ഞാൻ മിനിനാന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ TC മേടിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല. ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം. ഞാനിപ്പോ നിയമപരമായിട്ട് എന്താണ് മോൻ ഇവിടെ പഠിക്കണേ? എന്താണ് വെറുതെ തല്ലരും ഫാസ്റ്റിലൊക്കെ മാത്സൊക്കെ പഠിപ്പിച്ചോണ്ട് നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞ് കുട്ടികളുടെ അടുത്തും മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. അതുകൂടാണ്ട് പിന്നെ നിങ്ങളുടെ TC ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോളാനാ പറഞ്ഞത്. അതിന്റെ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ പിന്നെ PTA പ്രസിഡന്റ് എന്താ പറയുന്നത്? PTA പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളിന്റെ നിയമം ഇതാണ് പറഞ്ഞേക്കണത്. അതിൽ ഷോൾ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. അതുകൂടാണ്ട് ഇവിടെ സാറെന്ന് പറഞ്ഞൊരു വ്യക്തി ID ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത്, മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക്. TC മറ്റേ വകുപ്പില്ലേ, മറ്റേ വർഷമല്ലേ, ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത്, സെക്കൻഡ് വകുപ്പിൽ എഴുതി കൊടുക്കും. ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അല്ലേ? ശരി, ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും